അങ്ങനെ നാട്ടിലെ ഇലക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നീണ്ട നാൾക്ക് ശേഷം മറ്റൊരു ലോങ് യാത്ര തുടങ്ങുകയാണ്. ഇത് 2 ദിവസത്തെ ട്രിപ്പാണ്. സൂര്യനെല്ലിയിലോട്ടാണ് ട്രിപ്പ്. ആ യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കേസ്, എന്റെ മോട്ടോർ സൈക്കിൾ വിൻവൈസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്താണ് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ ഇതൊന്നും ഞാൻ ആഡ് ഓൺ ചെയ്യുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണ് മൂന്നാർ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓടിക്കണ കാരണം വീഡിയോ എടുക്കാൻ സാഹചര്യം ഒത്തില്ല. മൂന്നാർ പോലെ തന്നെ ഭംഗി പൂവിനുമുണ്ട്. ഗ്യാപ്പ് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ ടൗൺ വ്യക്തമായി കാണാവുന്നതാണ്. മോട്ടോർ സൈക്കിൾ റൈഡർമാരുടെ പർദീസ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അത് സത്യം തന്നെയാണ്. ഈ കോട നിറഞ്ഞ ക്ലൈമറ്റിലൂടെ 2 സൈഡും തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അതിയായ ഭംഗിയാണ്. ബാക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീല് കിട്ടൂല. നമ്മളത് പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഫീല് കിട്ടുകയുള്ളൂ. ഈ കാണുന്ന ഡിസംബർ മാസം ആ തണുപ്പിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഫീല് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ മൂടൽമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയിലും തണുപ്പത്ത് ഒരു ചായ കുടിക്കുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. നമ്മൾ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ വൈബൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. കാഴ്ചകൾ കണ്ടുമടുത്തു പുത്തൻ കാഴ്ചകൾ പോകുന്ന വഴിക്ക് മനോഹരമായ പല വെള്ളച്ചാട്ടത്തിന് അരികിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പേര് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. കാര്യം ഈ വെള്ളച്ചാട്ടത്തിന് പേര് സൂചിപ്പിക്കുന്ന രീതി സൈൻ ബോർഡുകളോ ഒന്നും വെച്ചിട്ടില്ല. മൂന്നാർ തേക്കടി റൂട്ടിൽ ചെയ്യുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. പെരിയ കനാൽ ഇടതൂർന്ന സസ്യജാലങ്ങളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടം മഴക്കാലത്തിന് തൊട്ടു പിന്നാലെ അതിന്റെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച കൈവരിക്കുന്നു. ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടവും ഇവിടെയുള്ള മറ്റ് വെള്ളച്ചാട്ടങ്ങളുടെ വെള്ളവും പതിക്കുന്നത് ആനേരങ്കൽ ഡാം. ഈ സൂര്യനെല്ലിയെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ചിന്നക്കലാൽ ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിലാണ് സൂര്യനെല്ലി സ്ഥിതി. സ്ഥലത്തിന് തമിഴ്നാടുമായിട്ടും ബന്ധം. ഇനി തമിഴ്നാട്ടിൽ വരുമ്പോൾ തമിഴ്നാട്ടിലെ 4ാം വാർഡാണ് ലോവർ സൂര്യനെല്ലിയാണ്. ഇത് മൂന്നാറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് സൂര്യനെല്ലി. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഭാഷ തമിഴും മലയാളവുമാണ്. പിന്നെ സൂര്യനെല്ലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഞാൻ ഈ സൂര്യനെല്ലി പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നും എന്റെ ഓർമ്മ കുറെ വർഷം പിന്നിലോട്ട് പോയി. വീണ്ടും ഒരു കത്തെഴുതാനൊരു മനോഹരമായ പോസ്റ്റ് ഓഫീസ് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു കത്തെഴുതാനുള്ള തോന്നൽ വീണ്ടും കാണുന്ന പാർട്ടിക്കൊടികൾ കാണുമ്പോൾ സൂര്യനെല്ലിയും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഈ തേയിലത്തോട്ടത്തിനിടയിലുള്ള ഈ കൊടികൾ കാണാൻ അതിമനോഹരമാണ്. സൂര്യനെല്ലിയിൽ സ്റ്റേക്കായിട്ട് ചൂസ് ചെയ്തൊരു ടെന്റ് സെറ്റപ്പാണ്. ഇതിനെപ്പറ്റി കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യത്തിലൊക്കെ ഞാൻ ഓക്കെയാണ്. കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. തുനിയതവാട് കാണലുമാട് കൂഴ്ചയവാടങ്കാട് എത്തത് തുനിയതവാട് കാണലുമാട് കൂഴ്ചയവാടങ്കാട് എത്തത് ദൈവം കവഹീതലവാട് ശരിയ മണന്ന് കാടാട് ഈ വീഡിയോ എടുക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. ഞങ്ങളെടുത്ത പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള കുളുക്കുമല ജീപ്പ് സവാരിക്ക് അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായിക്കന്നൂർ താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് കുളുക്കുമല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടവും ഇവിടെയാണ് വളരുന്നത്. ഉയർന്ന ഉയരം കാരണം ഇവിടെ വളരുന്ന തേയിലയ്ക്ക് ഒരു പ്രത്യേക രുചിയും പുതുമയും ഉണ്ട്. നമ്മളീ പോകുന്ന കുളുക്കുമലയിലെ സൺസെറ്റ് കാണാനായിട്ടാണ്. വെളുപ്പിന് 4:30-5 മണി സമയത്താണ് ഈ സാഹസം മൊത്തം കാണിക്കുന്നത്. എനിക്ക് തോന്നിയ കാര്യം
എന്തായാലും തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പ് എറിഞ്ഞ കുന്നുകളിലേക്ക് ഒരു ആനന്ദകരമായ യാത്രയാണ്. തീർച്ചയായും തിരിച്ചിറങ്ങി വരുമ്പോൾ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പോകുന്ന വഴി അത്ര വലിയ ഓഫ് റോഡ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ കാഴ്ചപ്പാടിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഏത് വണ്ടിയും നിഷ്പ്രയാസം കയറി പോകാവുന്ന വഴി തന്നെയാണ്. കുളുക്കുമല എന്ന് പറഞ്ഞ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരു ഫാക്ടറിയിൽ പരമ്പരാഗത രീതിയിലാണ് ഇവിടെ തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ജീപ്പിൽ കുറച്ചൊരു ഓഫ് റോഡ് പോകാനുണ്ട്. ജീപ്പായിട്ടുള്ള ഓഫ് റോഡ് ഒന്നും അല്ല. അതായത് നമ്മുടെ ജീപ്പ് ഡ്രൈവറിന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ തന്നെ ജീപ്പ് നിർത്തിയിട്ട് ഞങ്ങളോട് ഇറങ്ങി നടന്നോളാം, ഞങ്ങളെ ആ മലയുടെ മുകളിൽ കൊണ്ടിറക്കാതെ താഴെ ഇറക്കിയിട്ട് ഇത്രയും ദൂരം നടത്തിക്കേണ്ട ഒരു കാര്യമില്ല. മുകളിൽ ചെന്നിട്ട് നടത്തം അവസാനിക്കുന്നില്ല. പിന്നെ ട്രക്ക് ചെയ്ത് ജാഗ്വാർ ഹിൽസിലോട്ട് പിന്നെയും കയറാനുണ്ട്. അപ്പൊ ഈ നടത്തത്തിനിടയിൽ നമുക്ക് ജാഗ്വാർ ഹിൽസിനെ പറ്റി സംസാരിക്കാം. അതായത് കുളുക്കുമലയിലുള്ള ജാഗ്വാർ ഹിൽസ്. കാണായനിത് വനവാദണ്ട് കരണായനിത് വച്ചകൾ. കാണായനിത് വനവാദണ്ട് പരതായനിത് വച്ചകൾ. ഇഞ്ചരടത്തി നടക്കോതിര പാക്കേജിലുള്ള കാര്യമാണ് നമ്മളെ സൂര്യോദയം കാണിക്കുക എന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാരുടെയും ഇവിടുത്തെ അയൽ ഗ്രാമത്തിലെ ആൾക്കാരുടെയും സൂര്യനെല്ലിയിൽ വരുന്ന സഞ്ചാരികളെ ജീപ്പിലൂടെ കുളുക്കുമലയിലെ സൂര്യോദയം കാണിക്കുക എന്നുള്ള വിനോദമാണ്. മലയുടെ മുകളിൽ കോട വന്നു നിറയുന്നതും ആ തേയിലത്തോട്ടങ്ങൾ എന്നുള്ള ഈ കാഴ്ച ഗംഭീരമാണ്. നമുക്കൊരു എനർജി ഫീലൊക്കെ കിട്ടും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കും. ഞങ്ങൾ ഇരിക്കുന്ന ഈ പാറയുടെ താഴെയാണ് ജാഗ്വാർ പാറ. ഞാൻ സത്യസന്ധമായും എന്റെ ഒരു താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി മേലിൽ കുളുക്കുമലയിലോട്ട് വരികയില്ല. ഒന്നിവിടെ ക്രമാതീതമായ ക്രൗഡ് വരുന്നുണ്ട്. എനിക്ക് ആ ക്രൗഡ് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അതിനനുസരിച്ചുള്ള ഒരു സേഫ്റ്റി മെഷർമെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വരുന്ന ആൾക്കാരെല്ലാം അവരുടെ റിസ്കിൽ വേണം വരാൻ. ഇവിടെ ഒന്നും ഒരു കൈവരി, ഒരു ഫെൻസിങ്ങോ ആൾക്കാർ താഴെ പോകാതിരിക്കാനായിട്ട് ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഐ ഷുഡ് ഐ കം ഹിയർ. അതായത് എന്റെ സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കാത്ത ഒരു സ്ഥലത്തോട്ട് ഞാൻ എന്തിനു വേണം? ബാലി ഇന്തോനേഷ്യൻ ആ കുളുക്കുമല സ്ഥിതി ചെയ്യുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്ത് ടൂറിസത്തിന്റെ സാധ്യതകൾ വിനിയോഗിക്കും. ഈ സ്ഥലം തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ വന്നിരിക്കുന്ന സ്ഥലം എന്റെ കയ്യിൽ ലഭിച്ചാൽ പോലും ടൂറിസത്തിന്റെ സാധ്യത ഉപയോഗിച്ച് ഇതിനെ ഡെവലപ്മെന്റ് അമ്പം പ്രോജക്റ്റുകൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ നടക്കാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ചർച്ച ചെയ്തിട്ടും കാര്യം. ഇനിയിപ്പോ കുളുക്കുമലയിലെ ജാഗ്വാർ പാറയെ പറ്റി പറയുന്നത്, ജാഗ്വാറിന്റെ തലയോട് സാമ്യമുള്ള പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു പാറയാണിത്. ഇതിന്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവിടെ വരുന്ന സഞ്ചാരികളെ അതിശയിപ്പിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യും. അങ്ങനെ ഞങ്ങൾ സൂര്യോദയം കണ്ട് രാവിലെ 7-8 മണിയേക്കാണ് ഞങ്ങൾ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പൊ തിരിച്ച് വന്ന ഓഫ് റോഡ് വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ അടിച്ചു വേണം തിരിച്ച് റോട്ടിലെത്താൻ. നമ്മൾ
ഇനി നമുക്ക് കുറച്ച് ജീപ്പിനെ പറ്റി സംസാരിക്കാം. മഹേന്ദ്രയുടെ ജീപ്പിന്റെ ചരിത്രം 1947 ഇന്ത്യയിൽ വില്ലീസ് ജീപ്പിന്റെ കൂട്ടിച്ചേർക്കലിലൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. സൈന്യവും സിവിലിയന്മാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ദേശീയ ഐക്കണായി മാറി. DJ3A ബാർബിയിൽ MM സീരീസ് പോലുള്ള കരുത്തുറ്റ ജനപ്രിയ മോഡലുകൾ മഹേന്ദ്ര അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് കാറ്റ് കൂടുതലായതുകൊണ്ടാണ് ഷീറ്റ് പറന്നു വയ്ക്കാൻ വേണ്ടി ഷീറ്റിന്റെ മേളിൽ മണ്ണ് നിറച്ച് ചെടികൾ വെച്ചിരിക്കുന്നത്. ടൗണ് സന്ദർശിക്കാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയത് അന്നേ ആ ദിവസം ഇവിടെ നല്ല വേഗതയിൽ കാറ്റ് വീശുണ്ടെന്നുള്ള മനസ്സിലാക്കി തന്നെ അടയാളങ്ങളും തെളിവുകളും എനിക്ക് കാണാൻ സാധിക്കും. നമ്മൾക്കിത് പൂർണ്ണ രീതിയിൽ വ്യക്തമാക്കി തരുന്ന അടയാളങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യം മഹീന്ദ്ര ചെയ്തിരുന്നത് വില്ലീസ് ജീപ്പുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് മഹീന്ദ്ര സ്വന്തമായി ജീപ്പുകൾ നിർമ്മിക്കുക. അങ്ങനെയാണ് മേജർ കമാൻഡർ പോലുള്ള ജീപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്തുള്ള DJ3A എന്ന് പറഞ്ഞ മോഡൽ മുംബൈയിലും ബോംബെയിലുമാണ് അസംബിൾ ചെയ്തിരുന്നത്. അതിനകത്ത് യൂസ് ചെയ്ത അമേരിക്കൻ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് സൈനികരുടെയും കർഷകരുടെയും ഇഷ്ടവാഹനമായി മാറി. സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉപയോഗിക്കുന്ന ഒരു ദേശീയ ഐക്കണായി ഇത് മാറി. 1985 വൃത്താകൃതിയിലുള്ള പാനലുകളും മികച്ച ഇന്റീരിയറുകളും അവതരിപ്പിച്ചുകൊണ്ട് MM540 പുറത്തിറക്കി. ഇത് താറിന്റെ ഒരു മുൻഗാമിയായ ഡിസൈൻ മോഡലാണ്. 2000 കാലഘട്ടത്തിലാണ് ഈ കാണുന്ന മഹീന്ദ്ര മേജർ കമ്പനി പുറത്തിറക്കിയത്. മഹീന്ദ്ര മേജറിലൂടെയാണ് കുറച്ചുകൂടി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീപ്പായി ഇതിനെ മാറ്റിയെടുത്തത്. MM540 മേജറിന്റെ പുതിയ രൂപമാണ് മഹീന്ദ്ര താർ. ഈ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിൽക്കും താർ പോലുള്ള മഹീന്ദ്രയുടെ 4x4 ജീപ്പ് ഡിസൈൻ ചെയ്തു. നാട്ടുകാരിയായ രാംകൃപ ആനന്ദ എന്ന് പറഞ്ഞ ലേഡിയാണ് നിൽക്കുമ്പോൾ വിമാനം തോന്നുന്നു. ഈ കാണുന്ന ജീപ്പിൽ യാത്ര ചെയ്യുമ്പോഴും തൊട്ടു പുറകെ മഹീന്ദ്രയുടെ മേജർ വരുമ്പോൾ ഇക്കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. മഹീന്ദ്രയുടെ തന്നെ 8ഓളം SUVകൾ ഈ ലേഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം താറും താർ റോക്സും ഡിസൈൻ ചെയ്തതാണ്. ജീപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച കരുത്തുറ്റ ഓഫ് റോഡറായ 2010 പുറത്തിറങ്ങിയ ആദ്യ തലമുറ താർ വാങ്ങാവുന്ന വിലയിൽ 4x4 വീര്യത്തിന് പേരുകേട്ട ഇന്ത്യൻ മരുഭൂമിയെ ഓർമ്മപ്പെടുത്തുന്ന ഓഫ് റോഡർ 2015 കാര്യമായ നവീകരണവും ഇന്റീരിയറിലും മാറ്റങ്ങൾ വരുത്തി പുതിയ തലമുറ താറും ലോഞ്ച് ചെയ്തു. കാഴ്ചകൾ കണ്ടുമടുത്തു പുത്തൻ കാഴ്ചകൾ കാണാനായി എവിടെ പോകും നമ്മൾ നിത്രാണ കാണാ കാഴ്ചകൾ കണ്ടുമടുത്തു പുത്തൻ കാഴ്ചകൾ തുനിയടവാട് കാണലുമാട് കൂഴ്ചയവാടങ്കാട് എത്തത്. ഈ ടെന്റ് ക്യാമ്പിലോട്ട് പോകുന്ന വഴി അതിമനോഹരമാണ്. 2 സൈഡ് മേലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ കാഴ്ചയും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡയറക്റ്റഡ് ബൈ ഹരി ജേക്കബ്. തുനിയടവാട് കാണലുമാട് കൂഴ്ചയവാടങ്കാട് എത്തത്. എനിക്ക് ഓഫീസിൽ എത്തേണ്ട ചെറിയൊരു അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. എവിടെയും നിർത്താൻ സാധിച്ചു. നേര്യമംഗലം ടൗൺ എത്തുന്നതിന് മുന്നേ ഉള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. ആർക്കാണ് ഇത് കാണുമ്പോൾ വണ്ടി നിർത്താൻ തോന്നാറ്. മൂന്നാറ് ടൗൺ കഴിഞ്ഞ് നേര്യമംഗലം വരെയുള്ള റോഡ് വളരെ മോശമാണ്. റോഡ് മൊത്തം വർക്ക് നടക്കുന്ന കണ്ടമാനം ചെളി വണ്ടിയിലായിട്ടുണ്ട്. വണ്ടി മൊത്തം ചെളിയടിച്ച് അലമ്പായിരിക്കുകയാണ്. അത് കഴുകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയത്. പിന്നീട് ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരു വാട്ടർ സർവീസ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. ആ വെള്ളം ഒഴുകുന്നതിന്റെ ശബ്ദം ആസ്വദിച്ച് കുറച്ചു ദൂരം ഇങ്ങനെ നടന്നു. കണ്ടുമടുത്തു പുത്തൻ കാഴ്ചകൾ
ഒരു പക്ഷെ ഞാനും മോജോ ആയിട്ടുള്ള ലാസ്റ്റ് റൈഡായിരിക്കും ഇത്. ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാൻ ഈ വണ്ടി കൊടുത്തിട്ടുണ്ടാവും. മോജോ, ഈ യാത്രയെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? റോഡിന്റെ അവസ്ഥകളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് റോഡിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. 6 വർഷമായി ഞാൻ നിന്റെ കൂടെയിട്ട്, എന്നിട്ടും ഞാൻ നിനക്കൊരു പണി തന്നില്ല. എന്നിട്ടും നീ എന്നെ വിറ്റൊഴിവാക്കാൻ നോക്കുന്നത് എന്തിന്? ഈ വീഡിയോയിൽ ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് കൂടും. അതുകൊണ്ട് തന്നെ മോജോ, അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ക്ലബ് ഷവായിൽ വരുന്നത്. അവിടുന്ന് ഷവായി കഴിക്കും. ലൊക്കേഷൻ വരുന്ന മൂവാറ്റുപുഴയാണ്. ഷവായി അടിപൊളിയാണ്. വീഡിയോ കാണുന്ന നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.